ചേട്ടാ വണ്ടി ഒന്ന് നിർത്തോ. മീനാക്ഷി, മീനാക്ഷി അവിടെ നിൽക്ക്. മീനാക്ഷി, മീനാക്ഷി നിൽക്കാൻ. ഈ കുട്ടി ഇതെവിടെ പോയി കിടക്കുക? മാധുരി, അമ്മേ, ആരാ അമ്മേ മരിച്ചത്? അമ്മേ, നനഞ്ഞ വസ്ത്രം പോലും മാറാതെ ഇങ്ങനെ ഇരിക്കുന്ന എന്തിനെന്നാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തെ. ഏട്ടത്തി അമ്മ ഏതാണ്ട് ഒരുപോലെയാ. രണ്ടുപേരും നമ്മളോടൊന്നും പറയില്ലെന്ന് ഉറപ്പിച്ച പോലെയുണ്ട്. നീ മിണ്ടരുത്. ആര് കാരണമാണോ എന്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള മനസമാധാനം നഷ്ടപ്പെട്ടത്, അവര് മരിച്ചു. ഇപ്പൊ അത്രേ അറിഞ്ഞാ മതി. ഇനി ഈ വീട് നിറയെ പ്രകാശം പരക്കട്ടെ. അങ്ങനെ പ്രകാശം പരത്തുന്ന വീടായിട്ട് ഈ ചെമ്പകമംഗലം മാറട്ടെ. സാധനം കൊള്ളാലേ? നോക്കടാ, ഒരു കിളിക്കുഞ്ഞ്. മോള് വഴിതെറ്റിയതാണല്ലേ? മോൾക്ക് എവിടെയാ പോവേണ്ടത്? ലിഫ്റ്റ് ചേട്ടന്മാര് തരാം. മാറ്, എനിക്ക് പോണം. അങ്ങോട്ട് മാറാനല്ലേ പറഞ്ഞ? അങ്ങനെ അങ്ങ് പോയാലോ? നീ കാറിലോട്ട് കേറുമോളെ. പിടിക്കടാ. എന്താടാ നിങ്ങക്ക് വേണ്ടത്? നിങ്ങളാരാ? ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാക്കി തരാം. ഹലോ, പോലീസ് സ്റ്റേഷൻ.
അതെ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? നിന്നെ കാണാനാ വന്നത്. എനിക്ക് നിങ്ങളെ കാണണ്ട. പക്ഷേ എനിക്ക് നിന്നെ കാണാതെ പറ്റില്ലല്ലോ. എന്തിനാ നിങ്ങൾ എന്റെ പിന്നാലെ നടക്കുന്നേ? നീ എന്റെ കൂടെ വരണം. നിന്റെ അച്ഛൻ നിന്റെ കാര്യങ്ങൾ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുക. എന്റെ അച്ഛന് എന്റെ അമ്മയെക്കാളും നിങ്ങളെയാണോ വിശ്വാസം? നിങ്ങൾ കാരണം എന്റെ അമ്മ മരിച്ചു, എന്റെ അച്ഛൻ ജയിലിലായി. ഇപ്പൊ എന്നെ കൊണ്ടുപോയി നിങ്ങൾ വന്നിരിക്കുന്നു. എന്നാ നിങ്ങളുടെ ഉദ്ദേശം? എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശമില്ല മോളെ. നിന്റെ അച്ഛൻ ജയിലിൽ നിന്ന് മടങ്ങി വരുന്നവരെ നിന്റെ സംരക്ഷണം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിന് നിങ്ങൾ എന്റെ ആരാ? ആരുമല്ല. ഞങ്ങളുടെ കുടുംബം തകർത്തിട്ട് നാണമില്ല ഇങ്ങനെ വന്ന് നിൽക്കാൻ. ഞാൻ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തേ? ഇതുവരെ ഒരിക്കലും തമ്മിൽ കണ്ടിട്ടില്ലാത്ത എന്നോട് എന്തിനാ ഇത്ര വിരോധം? ഞാനാണ് നിന്റെ അമ്മയുടെ മരണത്തിന് ഉത്തരവാദിയെന്ന് നിനക്ക് എങ്ങനെ അറിയാം? ദേ, നീ വിചാരിച്ചു കൂട്ടുന്നതെല്ലാം തെറ്റാണ്. നീ എന്തൊക്കെ പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കിയാലും നിന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോവാൻ എനിക്ക് സാധിക്കില്ല. നീ എന്നെ സ്നേഹിക്കണം, ബഹുമാനിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. എന്നെ അപമാനിച്ചാലും കുഴപ്പമില്ല. നിന്റെ അച്ഛന് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കാൻ നീ എന്റെ കൂടെ വന്നേ പറ്റൂ. ഞാൻ ഈ ഫ്ലാറ്റിലെ അസോസിയേഷനിലെ പ്രസിഡന്റാ. വരണം സർ. മനസാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവം ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ ഉള്ളവരെല്ലാരും പരാതിയും പറയുന്നുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ഫ്ലാറ്റ് ഒഴിഞ്ഞു കിട്ടണം. കുട്ടി, ഈ ഫ്ലാറ്റ് ഇപ്പൊ തന്നെ ഒഴിഞ്ഞു പോയേ പറ്റൂ. പ്രായപൂർത്തി പോലും ആയിട്ടില്ലാത്ത ഈ കുട്ടി ഈ രാത്രി എങ്ങോട്ട് പോവാനാ? അതെന്റെ വിഷയമല്ല. നിങ്ങൾ ഈ കുട്ടിയുടെ ബന്ധുവാണെങ്കിൽ ഈ കുട്ടി ഇപ്പൊ തന്നെ വിളിച്ചോണ്ട് പോകൂ. ഞാൻ ജനിച്ചപ്പോ മുതൽ ഇവിടെയാ. ഇതെന്റെ വീടാ. ഞാൻ എവിടേക്കും പോവില്ല. എന്നാ പിന്നെ എനിക്ക് മറ്റു വഴികൾ നോക്കേണ്ടി വരും. ഈ ഒരു രാത്രി കൂടി കഴിഞ്ഞോട്ടെ സാർ. നേരം പുലരുമ്പോ ഞാൻ ഇവിടെ കൊണ്ടുപോയിക്കോളാം. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇന്ന് ഈ ഒരു രാത്രി ക്ഷമിക്കാം. നാളെ രാവിലെ ഫ്ലാറ്റ് ഒഴിഞ്ഞിരിക്കണം. അമ്മേ, നീ ഇപ്പൊ എവിടെയാ? എന്താ രാത്രിയായിട്ട് വരാൻ വൈകുന്നത്? അത് പിന്നെ ഞാനിപ്പോ ഒരു പ്രശ്നത്തില അമ്മേ. എന്ത് പ്രശ്നം? എന്റെ ഒരു കൂട്ടുകാരി മരിച്ചു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു. ഞാനിപ്പോ അവിടെയാ. ആരാ നിന്റെ കൂട്ടുകാരി? അവൾക്ക് എന്തു പറ്റിയതാ? അതെല്ലാം ഞാൻ അവിടെ വന്നിട്ട് വിശദമായിട്ട് പറയാമേ. ആയിക്കോട്ടെ, മരിച്ചവരോ മരിച്ചു. ആ കുടുംബത്തിന് വേണ്ടി നിനക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനുണ്ടെങ്കിൽ അത് നീ ചെയ്തിട്ടേ വരാവൂ. തീർച്ചയായും അത് തന്നെയാ എന്റെ തീരുമാനം. അവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ആ, നീ ഇവിടെ എപ്പോ എത്തും? നാളെ രാവിലെ എത്തും അമ്മേ. ശരി മോളെ. നന്ദിനിയുടെ കൂട്ടുകാരി മരണപ്പെട്ടു. ഏത് കൂട്ടുകാരിയാണെന്ന് അവള് പറഞ്ഞില്ലല്ലോ. രാജലക്ഷ്മി, നീ എന്താ ഇവിടെ തനിച്ചു നിൽക്കുന്നേ? ആരോ മരിച്ചതായി നീ പറഞ്ഞല്ലോ. ആരാ മരിച്ചത്? ആരാ മരിച്ചത്? വല്ലതും കഴിക്കണ്ടേ? വാ. ഞാൻ വന്നോളാം.
കൈമളേട്ടൻ പോയിക്കോളൂ. പോവാം. കാർത്തിക്, എന്താ മൈഥിലി? രാത്രിയല്ലേ, നല്ല കാര്യങ്ങളൊന്നും രാത്രി പറയരുത്, നാളെ പറയാം. ശരി, ഓർമ്മിപ്പിച്ച നന്നായി. സന്തോഷ വാർത്ത ആയതുകൊണ്ട് ഞാൻ പറയുമായിരുന്നു. വരൂ. ആര്? ഞാനാ. വാതില് തുറക്ക്. ആ, നീ കൊണ്ടുപോയ സ്വർണ്ണാഭരണങ്ങളൊക്കെ എവിടെ? അതൊക്കെ ലോക്കറിൽ ഇരിപ്പുണ്ട്. എവിടെ? ഞാനൊന്ന് കാണട്ടെ. അതൊക്കെ പിന്നീട് കാണാം. ഇപ്പൊ അമ്മയൊന്ന് പോയേ, ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. ഹലോ മൈഥിലി, നീ ഇതെവിടെയാ? ഞാനിവിടെ. എവിടെയാണെന്നൊന്ന് ആരാ? മൈഥിലിയുടെ അമ്മയായിരുന്നു ഫോണില്. ആ അതെ, എന്റെ അമ്മയാ. അമ്മേ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അമ്മയോട് വിശദമായിട്ട് പിന്നീട് പറയാം. ഇപ്പൊ എന്നെ ഒന്ന് വെറുതെ വിട്. അമ്മയോ? ആരുടെ അമ്മ? അമ്മ, ഞാൻ അങ്ങോട്ട് അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാം. ആ ഫോണിങ് തന്നെ, ഞാൻ അമ്മയോട് സംസാരിക്കാം. ഹലോ. അയ്യോ, അമ്മ ഫോൺ കട്ടാക്കി. ഇനി പിന്നെ സംസാരിക്കാം. മൈഥിലിക്ക് ഇത് എന്ത് പറ്റി? ഫോൺ കട്ട് ചെയ്തല്ലോ. മൈഥിലിക്ക് വേറെന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഫാനിന്റെ കീഴിൽ നിന്ന് വേർക്കുന്നു. ആ, നീ വാ, ആഹാരം കഴിക്കാം. ഞാൻ നിന്നെ വിളിക്കാനാ ഇങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറിയിട്ട്. ആയിക്കോട്ടെ. ഇത് കണ്ടോ? എന്റെ അമ്മ തയ്യാറാക്കി വെച്ചിരുന്ന ഡിവോഴ്സ് പേപ്പേഴ്സാ. നിങ്ങളായിരുന്നു ഇതിനെല്ലാം കാരണം. നിങ്ങളുടെ ഓരോ ഫോൺ കോളുകൾ വരുമ്പോഴും എന്റെ അമ്മയ്ക്ക് പേടിയായിരുന്നു. നിങ്ങളുടെ പേര് പറഞ്ഞായിരുന്നു ഈ വീട്ടിൽ എപ്പോഴും അവർ തമ്മിൽ വഴക്കിട്ടിരുന്നത്. എന്റെ അച്ഛന്റെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം സ്വാധീനം ഉണ്ടെന്ന് എനിക്ക് ഇന്ന് മനസ്സിലായി. നിങ്ങൾ അച്ഛനെ നിർബന്ധിച്ചിരുന്നോ എന്റെ അമ്മയെ ഡിവോഴ്സ് ചെയ്യാൻ? നിന്റെ മുന്നിൽ എന്റെ നിരപരാധിത്വം തെളിയിക്കാനൊന്നും എനിക്കിപ്പോ നേരമില്ല. ഒരു കാര്യം നീ ഓർക്കണം, കുറച്ചു കാലം നീ എന്റെ കൂടെ ജീവിച്ചേ പറ്റൂ. എന്റെ കൂട്ടുകാരിയുടെ മകളാ നീ. ഓഹോ, എന്നിട്ടാണോ നിങ്ങൾ എന്റെ അമ്മയെ വഞ്ചിച്ചത്? ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, അത് നിനക്ക് പുറകെ മനസ്സിലാവും.
പക്ഷേ ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാനുണ്ട്. എന്റെ കൂടെ നീ താമസിക്കുന്നിടത്തോളം കാലം നീ അതനുസരിച്ചേ പറ്റൂ. ഇത് നിന്റെ പുതിയ ജീവിതം. അവിടെ ഞാനായിരിക്കും നിന്റെ അമ്മ. ആഹാ, നല്ല കാഴ്ചയാണല്ലോ. അച്ഛനെന്താ മുടിയിലെ നരകളെണ്ണി കളിക്കാണോ? നിന്റെ അമ്മായപ്പനായെന്ന് കരുതി ഞാനത്ര കേളമനൊന്നും ആയിട്ടില്ല. ഇതച്ച കാപ്പി. ഇതെന്ത് കാപ്പി? ഇങ്ങനെയാണോ കാപ്പി ഉണ്ടാക്കുന്നേ? ഇത്ര നാളായിട്ടും നീ എനിക്കൊരു കാപ്പി ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? നിനക്കിവിടെ എന്ത് ജോലിയാ ഉള്ളത്? എന്താ ഇവിടെ ബഹളം? എന്താ അച്ഛാ, എന്താ പ്രശ്നം? നീ നിന്റെ ഭാര്യയോട് തന്നെ ചോദിക്ക. എന്താ മാലതി, എന്താ പ്രശ്നം? ഞാൻ അച്ഛനെ കാപ്പി ഉണ്ടാക്കി കൊടുത്തു. അച്ഛനത് ഇഷ്ടപ്പെട്ടില്ല. അതെന്താ ഇഷ്ടപ്പെടാത്തത്? നന്ദിനി ഉണ്ടാക്കി തരുന്ന കാപ്പി പോലും ആയിട്ടില്ല, അതുകൊണ്ടാണ് ഇഷ്ടപ്പെടാത്തെ. നന്ദിനി ഉണ്ടാക്കി തരുന്ന പോലെ കാപ്പി ഉണ്ടാക്കാൻ നന്ദിനിക്കല്ലേ പറ്റൂ? അതിനിപ്പോ നന്ദിനി അടുത്ത് ഇവിടെ ഇല്ലല്ലോ അച്ഛാ. 2 ദിവസം നന്ദിനി ഇവിടെ ഇല്ലെങ്കിൽ എല്ലാം കുഴപ്പമാ. പട്ടിണി കിടക്കേണ്ട അവസ്ഥയാ. അതെ, സഹിക്കാൻ വയ്യാത്തോണ്ട് പറയാ. ഈ നന്ദിനി കാരണം ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി. എന്ത് ചെയ്താലും ഏത് ചെയ്താലും നന്ദിനി ചെയ്യുന്ന പോലെ ആവണം. എന്തിനാ ഇങ്ങനെ കമ്പയർ ചെയ്യുന്നേ? ഞങ്ങൾക്ക് നന്ദിനിയെ പോലെ ആവാൻ പറ്റില്ല. ഏത് നേരം നന്ദിനി നന്ദിനി നന്ദിനി. ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയാൽ അത് കുഴപ്പം. അവൾ എങ്ങോട്ട് പോകുന്നതിനും എന്ത് തോന്നിവാസം കാണിച്ചാലും ഇവിടെ ആർക്കും ഒരു കുഴപ്പമില്ല. അവൾ എവിടെയാ എന്തിനാ പോയതെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. മേലാൽ ഇതുപോലെ നിന്ന് വിഷം വിളമ്പരുത്. നന്ദിനി ആരാണെന്നും എന്താണെന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ദേ, മര്യാദയ്ക്ക് നീ നിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് പോയില്ലെങ്കിൽ ഇവിടെ ഞാൻ ചവിട്ടി പുറത്താക്കും. അമ്മേ, സാവിത്രിയടുത്ത് പറഞ്ഞതിലൊരു കാര്യമില്ലേ? നന്ദിനിയടുത്ത് പോയിട്ട് ഇപ്പൊ 2 ദിവസമായില്ലേ? പോയ കാര്യം ഇതിനകം കഴിഞ്ഞു കാണുമല്ലോ, പിന്നെന്താ വരാൻ വൈകുന്നേ? അവളുടെ ഒരു കൂട്ടുകാരി മരിച്ചുപോയി. അവൾ അങ്ങോട്ട് പോയിരിക്കുക. അതാ വരാൻ താമസിക്കുന്നത്. അതറിയായിരുന്നെങ്കിൽ നേരത്തെ അങ്ങ് പറഞ്ഞുകൂടായിരുന്നു. ഓരോന്നിനും ഓരോ സന്ദർഭം വരാതെ പറയാൻ പറ്റുമോ? അതെ സാവിത്രി, സാവിത്രി ഇങ്ങനെ കരയാതെ സാവിത്രി. സ്വന്തം അമ്മയല്ലേ ഇതല്ലേ ഇത്? പോട്ടെ. അമ്മയ്ക്ക് സ്വന്തം മകളായ എന്നോടല്ല ഇഷ്ടം, അവളോടാ. ആ നന്ദിനിയെ കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് ഞാൻ എതിർത്ത് പറഞ്ഞ അപ്പ അമ്മയല്ലേ തല്ലും. ഇതൊരു പതിവായിരിക്കും. അമ്മ ചേച്ചിയെ തല്ലിയത് തീരെ ശരിയായില്ല. അതും നന്ദിനി എടുത്തിട്ട് കാര്യത്തില്. സ്വന്തം അമ്മയല്ലേ സാവിത്രി തല്ലിയത്? നീ അത് മറന്നുകളാ. അമ്മയ്ക്ക് മുത്തശ്ശിയുടെ അടി കിട്ടിയോ? എങ്കിലത് ദേവമ്മയെ കുറ്റം പറഞ്ഞതിനായിരിക്കും. എന്തിനാ അമ്മേ ആ പാവത്തിനെ കുറ്റം പറയുന്നത്? അല്ലെങ്കിൽ എനിക്കറിയാവടാ, നിനക്ക് എന്നെക്കാൾ സ്നേഹം ആ ദേവമ്മയോടാണെന്ന്. പെറ്റമ്മയ്ക്ക് തല്ല് കിട്ടിയാലും നിനക്ക് നോവില്ല. ദേവമ്മയെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ നിനക്ക് പൊള്ളും. അതെ, എനിക്ക് അമ്മയെക്കാളും സ്നേഹം ദേവമ്മയോട് തന്നെയാ. നിന്നെ പെറ്റു വളർത്തിയത് ഞാനാ, അല്ലാതെ അവളല്ല. ഒന്ന് നിർത്താൻ. നിങ്ങൾ അമ്മയും മോനും തമ്മിൽ ഇക്കാര്യത്തിന്റെ പേരിൽ ഇനിയൊരു വഴക്ക് വേണ്ട. ഞാൻ വഴക്കിനൊന്നും വന്നതല്ല സാർ, എല്ലാരോടും കൂടി ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്നത്. സന്തോഷ വാർത്ത എന്താ മോനെ? ഞങ്ങളെല്ലാം കേക്കട്ടെ. ഞങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കാൻ പോവുക.
അയ്യോ, നമ്മളെ ഒരു അപ്പൂപ്പൻ അമ്മൂമ്മയാവാൻ പോകുന്നു. മോനെ മോളെ, ഈ വീട്ടിൽ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണല്ലോ കേട്ടത്. ഒരു പുതിയ അതിഥി ഈ വീട്ടിലേക്ക് വരികയല്ലേ.